ഹായ് കൂട്ടുകാരെ, ഇന്നലെ വൈകുന്നേരം എൻ്റെ LSS റിസൾട്ട് വന്നേ. ഞാനും എക്സാം എഴുതിനെ, ഞാൻ പാസ്സായിട്ടോ. ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ. ഈ പ്രാവശ്യം മോൻ LSS സ്കോളർഷിപ്പ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നേ. ആ എക്സാമിൽ മോൻ പാസ്സായിട്ടുണ്ട്. ഇന്ന് ടീച്ചർമാരെല്ലാവരും വീട്ടിലേക്ക് വരുന്നുണ്ട് നന്ദുവിനെ അഭിനന്ദിക്കാനായിട്ട്. അവന് ടീച്ചേഴ്സിനെ എല്ലാവരെയും കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ സ്കൂളിൽ 10 കുട്ടികൾക്കാണ് LSS കിട്ടിയത്. അതിലൊരാൾ എൻ്റെ നന്ദു ആണ് കേട്ടോ. ഒരുപാട് സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് കേട്ടോ എല്ലാവർക്കും. ഹായ് കൂട്ടുകാരെ, ഇന്നലെ വൈകുന്നേരം എൻ്റെ LSS റിസൾട്ട് വന്നേ. ഞാനും എക്സാം എഴുതിനെ, ഞാൻ പാസ്സായിട്ടോ. അപ്പോൾ ഇന്നലെ ദീപ മിസ്സും ഗ്രീഷ്മ മിസ്സും എല്ലാവരും എന്നെ വിളിച്ച് കൺഗ്രാജുലേഷൻസ് എല്ലാം പറഞ്ഞ് എനിക്കും അമ്മയ്ക്കും അച്ഛനും എൻ്റെ അനിയനും സിദ്ധുട്ടനും എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ അമ്മേനോട് വിളിച്ചു പറഞ്ഞു ഞാൻ മിസ്സുമാരെല്ലാം വരുമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ മിസ്സുമാരെ ഞാൻ കാത്തിക്കുകയാണ്. കുറേ നേരമായില്ലേ കാത്തിക്കുന്നു. വരികയായിരിക്കും എൻ്റെ ഓട്ടോറിക്ഷേൻ്റെ സൗണ്ടൊക്കെ കേൾക്കും. എൻ്റെ മിസ്സും ഉണ്ടാവും അതിൽ. എൻ്റെ മിസ്സും ഉണ്ടാവും ചിലപ്പോൾ. എൻ്റെ മിസ് എന്നെ പഠിപ്പിച്ചില്ലേ? ഷേന മിസ് എല്ലാ മിസ്സും എന്നെ പഠിപ്പിച്ചു. LSS വിജയിയായ കുട്ടിക്ക് എന്താണ് പറയാനുള്ളത്? പറ, കേൾക്കട്ടെ. എനിക്കറിയാം. സിതുട്ടാ, ടാട്ടൻ LSS കിട്ടിയില്ലേ? എനിക്ക് എന്താ പറയാനുള്ളത്? അമ്മ ഫലൂദ വാങ്ങി കൊടുക്കുന്നു പറഞ്ഞില്ലേ? അതാ പറയാ. പിന്നെ പിന്നെ കൺഗ്രാജുലേഷൻ. പിന്നെ മറ്റേ സ്കോളർഷിപ്പ് കിട്ടുമ്പോ അതിന്റെ പകുതി വരും കൊടുക്കണം. പിന്നെ ടാറ്റ നല്ലോണം കഷ്ടപ്പെട്ടിരിക്കുന്നത്. പിന്നെ ക്ലാസ് ഒക്കെ ഒഴിവാക്കിയിട്ട് LSS പഠിക്കാൻ പോയിക്കുന്നത്. അതിനെല്ലാം എഴുത കൺഗ്രാജുലേഷൻ. പിന്നെ താങ്ക് യു മതിയടാ. ടാട്ടൻ പഠിക്കുകയായിരുന്നോ? പഠിച്ചിട്ട് കിട്ടിയതാ? ഇനി ആരാ ഇനി അടുത്ത LSS ആരാ എഴുതുന്നത്? നമ്മളുടെ അനിയൻ സിദ്ധാർത്ഥ്. ആദ്യമേ തന്നെ നന്ദുവിനും അതോടൊപ്പം LSS ആൻഡ് USS നേടിയ എല്ലാ മക്കൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇവർ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു റിസൾട്ടാണ് അവർക്ക് കിട്ടിയത്. മോന് 4ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പം തന്നെ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, അവനെക്കൊണ്ട് LSS എഴുതിപ്പിക്കണം എന്നുള്ളത്. ഭാഗ്യം കൊണ്ട് ആ ഒരു എക്സാം എഴുതാനുള്ളൊരു സെലക്ഷൻ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 മാസത്തോളം അവർക്ക് ക്ലാസ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് TV അതുപോലെ കളി കാര്യങ്ങളെല്ലാം അവൻ മാറ്റി വെച്ചിരുന്നു. ഫോണ് പിന്നെ മക്കളങ്ങനെ ഉപയോഗിക്കാറില്ലായിരുന്നു. പക്ഷേ TV വല്ലപ്പോഴെങ്കിലും കാണാറുണ്ടായിരുന്നേ. ഈ ഒരു സമയത്ത് അവന് TVയും കാണാറില്ലായിരുന്നു. TV കാണാൻ മാത്രമല്ല ഒന്നിനും ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ സ്കൂളിൽ പോയാൽ വൈകിട്ട് ഒരുപാട് നേരം വൈകിട്ടായിരുന്നു വീട്ടിലെത്താറുണ്ടായിരുന്നത്. ഫുൾ ടൈം പഠിത്തം തന്നെയായിരുന്നേ. ആ ഒരു സമയത്ത് എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു. കാരണം വീഡിയോ ഒക്കെ ഞാൻ ആ ഒരു സമയത്ത് കുറേ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. നന്നായിട്ട് അവനെ പഠിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു. ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും കൂടി ചില ആളുകളൊക്കെ മനസ്സിലാക്കിയത് ഞാൻ മക്കളെ നോക്കാതെ അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കാതെ വെറും വീഡിയോ ചാനൽ അങ്ങനെ ആണ് മുന്നോട്ട് പോകുന്നതെന്നായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നല്ല കേട്ടോ. ഞാൻ ഒരു സൈഡിൽ കൂടെ എൻ്റെ ഫാമിലി ഉണ്ട്, ഒരു സൈഡിൽ കൂടെ എൻ്റെ കോഴിയുണ്ട്, ഒരു സൈഡിൽ കൂടെ എൻ്റെ ചാനലുണ്ട്. അങ്ങനെ ഓരോന്നിനും ഓരോ സ്പേസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു ചാനലുണ്ട്, ഞാനതിൽ വീഡിയോ ഇടുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുക, ഒരു വോയിസ് ഓവർ കൊടുക്കാനാണ് എക്സ്ട്രാ ഒരു ടൈം ഞാൻ എടുക്കുന്നത്. അല്ലാതെ എനിക്ക് എഡിറ്റിങ്ങോ മറ്റു കാര്യങ്ങളോ എക്സ്ട്രാ ഒന്നും തന്നെ എൻ്റെ വീഡിയോയിൽ വരുന്നില്ല കേട്ടോ. ഞാൻ എന്താണോ എടുക്കുന്നത് അത് അങ്ങനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യമൊക്കെ ഇവരുടെ ഷോർട്സ് എടുക്കാറുണ്ടായിരുന്നു. മോൻ LSS എക്സാമിൻ്റെ ആ ഒരു ടൈമിലാണ് ഞാൻ ഇവരുടെ ഷോർട്സ് പൂർണ്ണമായിട്ട് നിർത്തിയത്. അത് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, അങ്ങനെ പോട്ടെ, അവരങ്ങനെ ഫ്രീ ആയിട്ട് നടക്കട്ടെ എന്ന് വെച്ചു.
പിന്നെ ഫ്രീ ടൈമിലൊക്കെ മോനിങ്ങനെ എനിക്ക് വീഡിയോ കൂടുതലായിട്ടും ഞാൻ ഫ്രീ ടൈമിലാണ് കേട്ടോ അവനെ കൊണ്ട് എടുപ്പിക്കുക. പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഞാനൊരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. പഠിക്കുന്നൊരു സമയത്തൊന്നും ഞാനൊരിക്കലും അവരെ കൊണ്ട് വീഡിയോ എടുപ്പിക്കാറില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഇതൊന്നല്ല ലൈഫ്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഫോണൊന്നും അവർക്കങ്ങനെ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ കൊടുക്കാറില്ല. കൂടുതലെന്നല്ല, എൻ്റെ ഫോണേ ഞാൻ അവർക്ക് കൊടുക്കാറില്ല കേട്ടോ. അങ്ങനെ അതാ ടീച്ചേഴ്സിനെയൊക്കെ കാത്തു നിന്ന് ലാസ്റ്റ് ടീച്ചർമാരെല്ലാം വന്നിട്ടുണ്ട്. ടീച്ചർമാർ വരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി ഇത്രയും ടീച്ചേഴ്സ് വരും എന്നുള്ളത് നന്ദു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് നന്ദു ആകെ ഷോക്കായി നിൽക്കുന്നത്. 12 ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അവർ വരുമ്പോൾ ലഡു കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ മോനൊരു ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതെ ഇതുപോലെ ലഡു ഒക്കെ കൊടുത്തു. ശേഷം അവർ ഒരുമിച്ച് നിന്നൊരു ഫോട്ടോയും എടുത്തു. ചെറിയൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ വിനാട്ടൻ ആ ഒരു സമയത്ത് സ്ഥലത്തില്ലായിരുന്നു. അതുകൊണ്ട് വിനാട്ടന് ഈ ഒരു ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. ഞങ്ങളെ സ്കൂളിൽ LSS കിട്ടിയത് 10 കുട്ടികൾക്കാണ്, USS കിട്ടിയത് 3 കുട്ടികൾക്കാണ്. ടോട്ടൽ 13 കുട്ടികൾ. ഈ 13 കുട്ടികളുടെ വീട്ടിലും ടീച്ചേഴ്സ് പോയിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുകയും അതുപോലെ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുകയും കുറച്ച് സമയം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് അവർ വീട്ടിലേക്ക് പോയത്. അപ്പം ഇങ്ങനെ ഒരു മനോഹര നിമിഷം ഞങ്ങൾക്ക് സമ്മാനിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിന് ഒരുപാട് നന്ദിയുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് സന്തോഷമായി. കാരണം അവരൊട്ടും പ്രതീക്ഷിക്കുന്നില്ല LSS എക്സാം വരുന്നു, പാസ്സാവുന്നു, അത്രമാത്രമേ അവർക്ക് അറിയുള്ളൂ. ഞാനൊക്കെ പിന്നെ ഈ സ്റ്റാറ്റസുകളൊക്കെ ഇങ്ങനെ കാണാറുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു. പക്ഷേ അത് നേരിട്ട് അനുഭവിക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മറ്റേത് നമ്മളിങ്ങനെ ഫോണിൽ കൂടെ കാണുകയാണല്ലോ ചെയ്യുന്നത്. അത് നേരിട്ട് അനുഭവിക്കുമ്പം ശരിക്കും എന്താ പറയുക, ഞാനൊക്കെ കുറേ കരഞ്ഞു. എനിക്ക് സങ്കടവും വന്നു, സന്തോഷം വന്നു, സന്തോഷക്കണ്ണീരെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഒരു വീഡിയോ നന്ദു LSSന് പഠിക്കുന്ന സമയത്ത് ഞാൻ എടുത്തു വെച്ചതായിരുന്നേ. അന്ന് എനിക്കെന്തോ അങ്ങനെ തോന്നി, എക്സാമൊക്കെ പാസ്സാവുന്ന സമയത്ത് എന്തായാലും നമുക്കൊരു വീഡിയോ ചെയ്യണം, ആ ഒരു സമയത്ത് അതിൽ ആഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ എടുത്തു വെച്ചതായിരുന്നു. ആ ഒരു സമയത്ത് നന്ദുവിന് നന്നായിട്ട് GK പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ. അവനോടൊരാളിങ്ങനെ GK ചോദിക്കണം, അതാണ് അവന് കൂടുതലായിട്ടും ഇഷ്ടം. ഇങ്ങനെ വായിച്ച് പഠിക്കുന്നതിനോട് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ ആ ഒരു സമയത്ത് GK പഠിക്കാൻ അവനെ സഹായിക്കാറ് സിദ്ധുട്ടനായിരുന്നേ. പിന്നെ ഞാനിങ്ങനെ അടുക്കളപ്പണിയൊക്കെ എടുക്കുന്ന സമയത്ത് ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. പൊതുവേ യൂട്യൂബിൽ അങ്ങനെ നോക്കി പഠിപ്പിക്കാറില്ലായിരുന്നു കേട്ടോ, പൊതുവേ അങ്ങനെ പഠിപ്പിക്കാറില്ല. അതുകൊണ്ട് ബുക്കിൽ ടീച്ചേഴ്സ് എന്താണോ കൊടുക്കുന്നത് അത് തന്നെയായിരുന്നേ കൂടുതലും പഠിക്കാറ്. പിന്നെ നമുക്ക് ഗൈഡും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ വാങ്ങി കൊടുത്തിട്ടില്ല. കാരണം ടീച്ചർമാർ തരുന്ന തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഗൈഡും കൂടി കൊടുത്താൽ അവന് ഇരട്ടി ഭാരമാവുമെന്ന് തോന്നിയത് കൊണ്ട് വേറെ ഗൈഡോ കാര്യങ്ങളോ യൂട്യൂബിലുള്ള വീഡിയോസോ ഒന്നും തന്നെ ഞാൻ കാണിച്ചു കൊടുക്കാറില്ലായിരുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരുമ്പം പറഞ്ഞു കൊടുക്കും. പിന്നെ ഇതുപോലെ ലാസ്റ്റ് വീക്കൊക്കെ ആയപ്പോഴത്തേക്ക് രാവിലെ കുറച്ച് നേരത്തെ വിളിച്ചിട്ട് അടുത്തിരുത്തി പഠിപ്പിക്കുമായിരുന്നു, അതുപോലെ വൈകിട്ട് പഠിപ്പിക്കുമായിരുന്നു. പിന്നെ കൂടുതലായിട്ടും അവനെ തന്നെ വിടും പഠിക്കാൻ, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ സിദ്ധുട്ടൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. GKയും കാര്യങ്ങളൊക്കെ സിദ്ധുട്ടനായിരുന്നു ചോദിക്കാറ്. അങ്ങനെ കുറേ GKയും കാര്യങ്ങളൊക്കെ സിദ്ധുട്ടനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നിൻ്റെ ഊഴാണെന്ന് പറഞ്ഞ് നമ്മുടെ ഹെഡ്മാഷ് ഒരു ലഡു അഡ്വാൻസ് ആയിട്ട് സിദ്ധുട്ടന് കൊടുത്തിട്ടുണ്ട്. സിദ്ധുട്ടൻ അതിൻ്റെ ചെറിയൊരു ടെൻഷനിലാണ്. അത് പോട്ടെ, അത് നമുക്ക് ആ ഒരു സമയമാകുമ്പോൾ നോക്കാം. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂളിൽ LSS കിട്ടിയത് 10 കുട്ടികൾക്കാണ്, USS കിട്ടിയത് 3 കുട്ടികൾക്കാണ്. അപ്പോൾ ഇത്രയും കുട്ടികളുടെ വീട്ടിൽ ടീച്ചേഴ്സ് പോയിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുകയും അവരെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാ വർഷവും അവർ ചെയ്യുന്നതാണ് കേട്ടോ. ഈശ്വരാനുഗ്രഹത്താൽ ഈ വർഷം എനിക്ക് ആ ഒരു ഭാഗ്യം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുമാത്രമല്ല എല്ലാ മക്കളും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടാണ് മക്കൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കണം. LSSും USSും കിട്ടിയ കുട്ടികൾ ടീച്ചേഴ്സായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയും അതുപോലെ വീഡിയോയും ഞാൻ ഈ ഒരു വീഡിയോൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ മക്കൾക്ക് LSSോ USSോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. പിന്നെ ഞാൻ എൻ്റെ സങ്കടമായാലും സന്തോഷമായാലും ഇപ്പോൾ ആദ്യം വന്ന് പറയാം നിങ്ങളോടാണ്. കാരണം നിങ്ങളും എൻ്റെ ഫാമിലിയാണല്ലോ. അതുകൊണ്ട് അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ബൈ.